നമസ്കാരം, എല്ലാവർക്കും വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ് മുട്ടക്കപ്പ. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ കപ്പയുടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ട്. 4 മുട്ട, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ പച്ചമുളക് ഞാൻ അരിഞ്ഞതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ട ഒന്ന് ചില്ലി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇത്രയും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും എടുത്തിട്ട് നമുക്ക് മുട്ട ഒന്ന് ആദ്യം ചില്ലി വറുക്കണം. അപ്പോൾ ഞാൻ പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ചെറിയ നമ്മൾ വറുത്തെടുക്കൂലേ, ചില്ലി വറുത്തിട്ട് അതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വറുത്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്കിതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്കിനി വേറൊരു പാത്രം എടുത്തിട്ട് വെക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. എണ്ണയുടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ സവാള വെക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം. സവാള മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടുണ്ട്, കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ പൊടീൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്താൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടത്. ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ മുട്ടക്കപ്പ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള മുട്ടക്കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ കുറച്ച് സോസും കൂടി ഇട്ടിട്ടാണ് അവർ തരുക. ടൊമാറ്റോ സോസോ കെച്ചപ്പോ എന്തെങ്കിലും കൂടി ഇട്ടിട്ടാണ് അവർ തരുക. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും കഴിക്കുമ്പോൾ കുറച്ച് സോസും കൂടി ഇട്ടിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.